അട്ടിമറി വിജയം നേടിയാണ് ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ സഖ്യം ബീഹാറിൽ അധികാരത്തിൽ കയറിയതെങ്കിലും മന്ത്രി കസേരകളിലൊന്ന് ഇരുപ്പുറപ്പിക്കും മുൻപേ സഖ്യത്തിൽ പൊട്ടിത്തെറി തുടങ്ങിക്കഴിഞ്ഞു. വലിയ കൊട്ടും മേളവും ഒക്കെ ആയിട്ടാണ് നിതീഷ് കുമാറിന്റെ സ്ഥാനാരോഹണം ബീഹാറിൽ നടന്നത്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആഭ്യന്തര കലാപം ബീഹാർ ഭരണത്തെ തകർച്ചയിലേക്ക് എത്തിക്കുമോ എന്ന ആശങ്കയാണ് ബി.ജെ.പി. കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് മോർച്ച അഥവാ RLN നേരിടുന്ന ഈ ആഭ്യന്തര കലാപം സംസ്ഥാന ഭരണകൂടത്തിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. പാർട്ടി മേധാവി ഉപേന്ദ്ര കുശ്വാഹയ്ക്കെതിരെ ഗുരുതരമായ കുടുംബവാഴ്ച ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് RLMലെ 7 പ്രധാന നേതാക്കളാണ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തിടെ നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിൽ 6 സീറ്റുകളിൽ മത്സരിച്ച RLM 4 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചിരുന്നു. സഖ്യം സംസ്ഥാനത്ത് സീറ്റുകൾ തൂത്തുവാരിയതിന് പിന്നാലെ ഈ പാർട്ടിയുടെ കോട്ടയിലുള്ള ഏക മന്ത്രിസ്ഥാനത്തേക്ക് ഉപേന്ദ്ര കുശ്വാഹ തെരഞ്ഞെടുത്തത് ഒരു MLAയോ MLCയോ അല്ലാത്ത സ്വന്തം മകൻ ദീപക് പ്രകാശിനെയാണെന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് തിരികൊളുത്തിയത്. തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു വന്ന MLAമാരെയും വർഷങ്ങളായി തനിക്കൊപ്പം പ്രവർത്തിക്കുന്ന നേതാക്കളെയും പൂർണ്ണമായി തഴഞ്ഞുകൊണ്ട് മകനെ മന്ത്രിയാക്കാനുള്ള ഈ നീക്കം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. RLM സംസ്ഥാന പ്രസിഡന്റ് മഹേന്ദ്ര കുശ്വാഹ, പാർട്ടിയുടെ ഔദ്യോഗിക നമ്പർ 2 സ്ഥാനത്തുണ്ടായിരുന്ന ജിതേന്ദ്രനാഥ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വക്താവുമായ രാഹുൽ കുമാർ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളാണ് രാജി പ്രഖ്യാപിച്ചത്. രാജിവെച്ച നേതാക്കൾ ഉപേന്ദ്ര കുശ്വാഹയ്ക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളുടെ കാഠിന്യം രാഷ്ട്രീയത്തിൽ അത്രമേൽ തീവ്രമായ ഒന്നാണ്. ഉപേന്ദ്ര കുശ്വാഹയെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ തകർന്ന തൂൺ എന്നാണ് മഹേന്ദ്ര കുശ്വാഹ വിശേഷിപ്പിച്ചത്. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിച്ച വ്യക്തി അധികാരവും സ്വാധീനവും വന്നപ്പോൾ അത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മഹേന്ദ്ര കുശ്വാഹ ഇപ്പോൾ കുടുംബരാഷ്ട്രീയത്തിന്റെ കെണിയിൽ വീണിരിക്കുകയാണെന്നും കുടുംബാംഗങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റു നേതാക്കളിൽ നിന്ന് അദ്ദേഹത്തിന് യാതൊരു വ്യത്യാസവുമില്ലെന്നും രാഹുൽ കുമാർ തുറന്നടിച്ചു. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സാധാരണ പ്രവർത്തകർക്ക് സ്ഥാനമില്ലാതെ വരികയും കുടുംബവാത്സല്യം മാത്രം മുന്നോട്ട് കൊണ്ടുപോയി ഭരണം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന പരസ്യമായ വിമർശനം ബീഹാർ രാഷ്ട്രീയത്തിൽ NDA സഖ്യത്തിന് മുഖത്തേറ്റ ശക്തമായ പ്രഹരമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തുള്ള പാർട്ടികളെ കുടുംബരാഷ്ട്രീയം പറഞ്ഞ് നിരന്തരം ആക്രമിക്കുന്ന BJPക്ക് സ്വന്തം സഖ്യകക്ഷിയുടെ അകത്തളത്തിൽ നിന്ന് അതേ ആരോപണം കേൾക്കേണ്ടി വരുന്നത് വലിയ രാഷ്ട്രീയ ധാർമ്മിക തിരിച്ചടിയാണ്. ഈ സഖ്യം ദുർബലമാണെന്നും അധികാരമോഹത്തിൽ മാത്രം അധിഷ്ഠിതമാണെന്നും പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഒരു ചെറിയ സഖ്യകക്ഷിക്കുള്ളിലെ പ്രശ്നം പോലും ഭരണസ്ഥിരതയെ ഇത്രത്തോളം ഉലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വസ്തുത NDA സഖ്യത്തിന്റെ അടിസ്ഥാനപരമായ ദൗർബല്യമാണ് തുറന്നു കാണിക്കുന്നത്. മാത്രമല്ല, ബീഹാറിലെ ഈ NDA സർക്കാർ അധികാരത്തിൽ വന്നത് തന്നെ വലിയ അനിശ്ചിതത്വങ്ങൾക്കും സംശയങ്ങൾക്കും ഇടയിലാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ കൂറുമാറ്റം വഴി രൂപീകരിക്കപ്പെട്ട ഈ ഭരണത്തിന് തുടക്കം മുതൽ തന്നെ വലിയ ഭീഷണികൾ നേരിടേണ്ടി വന്നിരുന്നു. നിതീഷ് കുമാറിന്റെ JDUവിലെ അതൃപ്തി, സഖ്യകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനത്തിലെയും മന്ത്രിസഭാ രൂപീകരണത്തിലെയും തർക്കങ്ങൾ, പലപ്പോഴും പുറത്തു വന്നിരുന്ന ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം ഈ സർക്കാരിന്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. പുതിയ മന്ത്രിസഭ അധികാരമേറ്റപ്പോഴും സഖ്യകക്ഷികൾ തമ്മിൽ പല വിഷയങ്ങളിലും പരസ്യമായും രഹസ്യമായും തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നും അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ഈ ആഭ്യന്തര കലഹങ്ങളെല്ലാം ഇപ്പോൾ ഒരു സഖ്യകക്ഷിയിലെ കൂട്ടരാജിയിലൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് സർക്കാരിന്റെ പൊതുവായ കെട്ടുറപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ ഭരണസഖ്യം ഭരണഘടനയുടെ ബലം കുറഞ്ഞ ഒരു കൂട്ടായ്മയാണെന്ന് പ്രതിപക്ഷം വീണ്ടും ആഞ്ഞടിക്കുകയാണ്. RJDയും കോൺഗ്രസും ഉൾപ്പെടുന്ന പ്രതിപക്ഷം ഈ സംഭവ വികാസങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. NDA സഖ്യം ഉടൻ തകരുമെന്ന പ്രവചനങ്ങളും BJP കേന്ദ്രങ്ങളിൽ തന്നെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ബീഹാറിലെ ഭരണസ്ഥിരത ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. ഉപേന്ദ്ര കുശ്വാഹയുടെ കുടുംബവാത്സല്യത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സീറ്റുകൾ നിലനിർത്താൻ പോലും വെല്ലുവിളിയാകാം.